So what's up boys and girls, it's me Charlie. Welcome back to next video. Sorry, another video. അപ്പോൾ നിങ്ങൾ പോയിട്ടൊരു ഇൻട്രോ കണ്ടിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം തിരിച്ചെത്തിയേക്കാണ്. കുറേ ബിസി ആയിരുന്നു. ഓൾസോ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് കുറേ ദിവസമായി. ഞാൻ എപ്പോഴാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ സ്കിന്ന് നിങ്ങൾ നോക്കണ്ട. പിന്നെ നമുക്ക് ആർമർ കിട്ടി ഗൈസ്, നെതറൈറ്റ് ആർമർ നമ്മളെ റായ്മോൻ തന്നു. താങ്ക്സ് ഓഫ് നെതറൈറ്റ്, ഫുൾ നെതറൈറ്റ് ആർമർ. ഇതിൽ ആർമർ ഡ്രീമും കൂടി ഉണ്ട് എന്ന് അവനെ പറഞ്ഞേ. എനിക്കറിയില്ല, ഞാൻ ഓൾഡ് വെർഷൻ ആയതുകൊണ്ട് എൻ്റെ ആർമർ ഡ്രീം കാണില്ല. സോ നമ്മുടെ ചാലഞ്ച് ബിൽഡ് നമ്മൾ ഈ വീഡിയോയിൽ തീർക്കുന്നുണ്ട്. ബട്ട് ഐ തിങ്ക് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല ഈ ബിൽഡിൽ. ഇത്ര വരെ ഓക്കെ, ഇത്ര വരെ അല്ല, ഞാൻ ടൈം ലാപ്സ് എടുത്ത് തീരുന്ന വരെ ഓക്കെയാണ്. അതിന് ശേഷം ഫൈനലൈസേഷൻ വരുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. പിന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തു ലാഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എനിക്കൊന്നേ പറയാനുള്ളൂ, എൻ്റെ റിക്വയർമെൻറ്റ്സ് ഇതാണ്. അപ്പോൾ എനിക്ക് വീഡിയോ ഇടണമെന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ലാഗിലും വീഡിയോ ഇടുന്നത് നിങ്ങളും കൂടെ ഒന്ന് കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. സോ ലാഗ് ഉണ്ടെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നവർ ദയവ് ചെയ്തിട്ട് ഇനി കമൻറ്റ് ചെയ്യാതിരിക്കുക. കാരണം എൻ്റെ റിക്വയർമെൻറ്റ്സ് ഇതാണ്. അപ്പോൾ നിങ്ങൾ അതിന് നോക്കുക. ഓക്കെ, നമുക്കിന്ന് ജസ്റ്റ് ഷോപ്പൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണം. ഷോപ്പിൽ അവിടെ പുതിയ ബിൽഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പണിയിലേക്ക് കടക്കാം. ഡ്രാഗനും കൂടി ഉണ്ടാക്കാണ്ട്. ഓക്കെ, നമ്മൾ ഷോപ്പിൻ്റെ അവിടെ ഇഷ്ടം പോലെ ബിൽഡ് തന്നിട്ടുണ്ട്. ആ ടൈമിൽ നമ്മൾ റായ്മോൻ്റെ ബിൽഡ് കാണാൻ പോയ ടൈമിലായിരുന്നു നമ്മുടെ നെതറൈറ്റ് ആർമർ അവൻ തന്നായിരുന്നു. എനിവേ, വൺസ് മോർ താങ്ക് യു റൈമോൻ, താങ്ക് യു. കാരണം ഞാൻ നെതറൈറ്റ്, എൻ്റെ കയ്യിൽ ഇൻകട്ട് ഉണ്ടായിരുന്നു കുറച്ച്, നെതറൈറ്റ് ആക്കാൻ വേണ്ടി വെച്ചായിരുന്നു. അത് ലാഭായി. ഏതായാലും വൈദബൈ നമ്മളെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള കില്ലാടിയെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പഞ്ചായത്ത് മെമ്പറെ നമ്മുടെ റാപ്റ്റർ ലൂയി. അങ്ങനെയാണ് ഞാൻ പോകാൻ സീൻ ബിൽഡ്. പക്ഷേ എനിക്കതിൽ ഒന്ന് മാറ്റം വരുത്തണമെന്ന് തോന്നിയത്, എൻഡർമാന് ഗ്രാസ് ബ്ലോക്ക് പിടിച്ചു വെക്കുമല്ലോ, അതിൽ അവൻ കൊടുത്തേക്കുന്നത് ഓക്ക് ലീവ്സ് എന്താണെന്നാണ്. ഇവിടെ കാണുന്നതാണ്. എൻഡർ ചെസ്റ്റ് ഉണ്ട് അതിൻ്റെ സൈഡിൽ.
ട്രണ്ടർ ചെസ്റ്റിൻ്റെ ഷോപ്പാണ്. ബട്ട് ഇതിൽ ഇതുവരെയായിട്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടില്ല. എൻ്റർപേൾ എനിക്ക് നല്ല അത്യാവശ്യമായിരുന്നു. കാരണം എനിക്ക് നമ്മളെ ഹാപ്പി കാസ്റ്റിനെ യൂസ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് എൻ്റർപേൾ നല്ല വേണം നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടിക്കയറാൻ വേണ്ടിയിട്ട്. എൻ്റർപേൾ റീസ്റ്റോക്ക് ആക്കിയിട്ടില്ല, അതാണ് പറ്റിയത്. ഓൾസോ ഈ ഷോപ്പൊക്കെ എന്തിനാണ് അവിടെ കൊണ്ടുപോയിട്ട്, ഈ പ്ലെയറേ കളിക്കുന്നില്ല. നമ്മുടെ ഷോപ്പ് വിഷയം ഷോപ്പിലെ നമ്മളെ ഡയമണ്ട് എന്ത് വന്നിട്ട് നോക്കട്ടെ. ആ ഒരു ഡയമണ്ട് ഉണ്ട്. സ്റ്റോക്ക് ഔട്ടായോ? ഇല്ല നമുക്ക് ഡീസലിറ്റൊക്കെ സ്റ്റോക്ക് ആക്കണം. നമ്മളെ ഇൻട്രസ്റ്റിൽ കുറച്ച് ഇൻകറ്റ് ഉണ്ട്. ഞാൻ ഓൾസോ ഇത് കണ്ടപ്പോഴാണ് നമ്മളെ ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നമ്മുടെ ചെകുത്താൻ ബ്രോ നമുക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഷീൽഡ്. അവനെ ഒരു ഷീൽഡ് പിടിച്ചിരിക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല രസമുണ്ടാ ഷീൽഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ വേറൊരു ഷീൽഡ് വേറെ ഡിസൈനിൽ എനിക്ക് അവൻ ഉണ്ടാക്കിയ നമ്മളെ സ്വന്തം കളർ തീമിൽ തന്നെ ബ്ലാക്കും റെഡും. പിന്നെ ഓൾസോ നമുക്ക് ക്യാപ്പും ഉണ്ട് ഷീൽഡുമായി. പൊളി. താങ്ക് യു ബ്രോ, താങ്ക് യു. ബർത്ത്ഡേക്ക് അവൻ മാത്രമാണ് ഗിഫ്റ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സ്റ്റോം ഗോഡിൻ്റെ കട. ഇത് ആരുടെ ഒറ്റ തലയാണ്. ഇവപ്പോൾ കളിക്കല്ല തോന്നണേ. ഇത് മറ്റേ നമ്മളെ ഇത് പോഷൻ ഷോപ്പാണ്. ഇതിലിപ്പോൾ ആകെ ഉള്ളത് വീക്ക്നെസ്സിൻ്റെ പോഷൻ മാത്രമേ ഉള്ളത്. പിന്നെ ഇത് അത്യാവശ്യം വലിയ ബിൽഡാണ്. പിന്നെ അപ്പുറത്തുള്ള ബിൽഡിങ്ങൾ നോക്കണ്ട, അതൊക്കെ ആരോ ചെയ്ത് വെച്ച് പോയതാണ്. ബിൽഡ് നമ്മൾ പൊട്ടിക്കുന്നില്ല, അവിടെ നിൽക്കട്ടെ എന്ന് കരുതി. പിന്നെ ഇതാരാണ് ബുക്ക് ചെയ്തത്? ഓക്കെ, ഓൾമോസ്റ്റ് നമ്മൾ പുതിയ വന്ന ഷോപ്പെല്ലാം ഒന്ന് വിസിറ്റ് ചെയ്തിട്ട്, കാരണം ഞാൻ ഗെയിം കയറിയിട്ട് കുറച്ച് ദിവസമായി. നമ്മൾ ഗെയിം കയറിയിട്ടല്ല, ഷോപ്പിംഗ് ഐലൻഡൊക്കെ വന്നിട്ട് നമ്മൾ മുട്ടായി തെരുവൊക്കെ വന്ന് കുറച്ച് ദിവസമായി. പിന്നെ ഇത് കിഡിലെ ബിൽഡാണ്. ഇതിൽ ഇന്ത്യയിൽ കാണുക ഇത് മറ്റേ നമ്മളെ അക്കേഷ്യ ട്രീ ആണ്. ഇത് ശരിക്കും നമ്മളെ ചെറി ബ്ലോസത്തിൻ്റെ വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എൻ്റെ ചെറി ബ്ലോസം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. ബീക്കൺ ഷോപ്പാണ്, ബട്ട് ഒന്നും റീസ്റ്റോക്ക് ആക്കിയിട്ടില്ല. സ്റ്റാർട്ടർ ബീക്കണുണ്ട്, പിന്നെ എന്താണ് വേറെന്തോ ടൈപ്പ്. എനിവേ എല്ലാവരും നല്ല എൻഗേജായിട്ട് കളിക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഒരു സന്തോഷം. നിങ്ങൾ ചെയ്താലും പോയിട്ട് ഞാൻ കുറച്ച് ക്ലിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് റീപ്ലേ മോഡ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല. സോ ഒരു 2 ക്ലിപ്പ് എങ്ങാനും ഉണ്ടായിരുന്നു, ഒരു ക്ലിപ്പ് മിസ്സായി. ചെറിയൊരു ക്ലിപ്പ് ഉണ്ട്, നിങ്ങളേതായാലും പോയി കേട്ടിട്ട് വരെ. സത്യം പറഞ്ഞാൽ ഈ ക്ലിപ്പ് തീരുന്നവരെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഈ ബിൽഡിൽ. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഒന്നാമത് ഞാൻ ട്യൂട്ടോറിയൽ നോക്കി ഉണ്ടാക്കാത്ത മെയിൻ കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് തിരിച്ച് കിട്ടില്ല റിസൾട്ട്. അത് എൻ്റെ മാത്രം കുഴപ്പമാണെന്ന് എനിക്കറിയില്ല. നമ്മളെ ഈ ചർച്ച് ബിൽഡ് ട്യൂട്ടോറിയൽ നോക്കി ഉണ്ടാക്കിയത്. ബട്ട് ഞാൻ കുറേയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് ഇട്ടുകൊണ്ട് മാത്രമാണ് ഇത്ര അടിപൊളിയായിട്ട് കിട്ടിയത്. സാരല്ല പോട്ടെ. പിന്നെ നമുക്ക് ടൈമില്ലായിരുന്നു, നമ്മൾ ലാസ്റ്റൊക്കെയിട്ടാണ് ഈ പണിക്കിറങ്ങിയത്. തീരെ ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ എന്തൊക്കെയോ വെച്ച് കാട്ടിയിട്ട് ചെയ്തു. നമ്മളെ ഡ്രാഗൺ ബിൽഡ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇനി നമുക്കുള്ള പരിപാടി എന്ന് പറയുമ്പോൾ ഇവിടെ ട്രാപ്പാക്കി ചാവട നമുക്ക് സ്ലാഷ് ഷോ. ഞാൻ കിടന്നുറങ്ങിയിട്ടേ കുറേ ദിവസമായി. ഫാൻഡങ്ങൾ ഫോളോ ചെയ്ത് കൊല്ലുകയാണ്. ഞാൻ 2 വട്ടം ചത്തു. എൻ്റെ XP കണ്ടാൽ നിങ്ങൾക്കറിയാം. എന്നിട്ട് ഞാൻ ഗെയിം പെട്ടെന്ന് കയറിയപ്പോഴുണ്ട് എനിക്ക് ഡെത്തായിട്ടുള്ള സംഭവം ഉണ്ടല്ലോ, റീസ്പോൺ ടൈറ്റിൽ സ്ക്രീൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നത്. ഞാൻ പേടിച്ചു, എവിടുന്ന ചത്തത് എനിക്കറിയില്ല. ഞാൻ അങ്ങോട്ട് തിരിച്ച് ബേസിക്ക് കടക്കാൻ വേണ്ടി വന്നപ്പോഴാണ് എൻ്റെ ആർമറൊക്കെ അവിടെ കണ്ടത്. ഓക്കെ, കുറേ ദിവസമായി ഇങ്ങനെ ഒന്ന് കടന്നിട്ട്. ആരോസ് കുത്തി വെക്കുന്ന നോക്കി. ഓക്കെ, ഇനി നമുക്ക് ഇവനെയും കൂട്ടാം. നമ്മളെ ഹൈസൻബർഗ്, നമ്മളെ വാൾട്ടർ വൈറ്റ് അപ്പുറത്തുണ്ട്, നമ്മളെ ബിൽഡ് ചെയ്യുന്നിടത്തുണ്ട്.
ഇത് ഹൈസൻബർഗ്. ഓക്കെ, ഇത് സൂംബി. നമുക്കൊരു സോംബി ബോസിന് കിട്ടിയായിരുന്നു, നമ്മൾ പേരിട്ട് വെച്ചിട്ടുണ്ട് സൂംബി എന്ന് പറഞ്ഞിട്ട്. ഓൾസോ ഇനിയുള്ള പരിപാടി നമുക്ക് ടൗൺ ഐലൻഡിൽ ഇവൻ റാപ്റ്റർ എന്തൊക്കെയോ ബിൽഡ് കൊണ്ടുവന്നിട്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകണം. പിന്നെ ഒരു ഷിയർ ക്രാഫ്റ്റ് ചെയ്യണമെന്നുണ്ട്. നമുക്ക് ആ ഡ്രാഗൻ്റെ ഒന്ന് പഴക്കം നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇത് കെട്ടണ്ടേ, ഒരു വെയിൻസ്. പിന്നെ ഞാൻ ബാക്ക് സ്റ്റോറി ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇതിൽ എനിക്ക് ടൈമില്ല. സോ നെക്സ്റ്റ് വീഡിയോ അതിനായിട്ട് ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ഇടാം. നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് എന്നാണ് കാണുന്നത് എനിക്കറിയില്ല. വീഡിയോ അപ്ലോഡ് ചെയ്ത ശേഷം 2 ദിവസത്തിനുള്ളിൽ നെക്സ്റ്റ് വീഡിയോ വരും. ഞാൻ ഒരാഴ്ചയിൽ 3 to 2 വീഡിയോസ് മാത്രമേ ഇടാൻ പ്ലാൻ ചെയ്യുന്നുള്ളൂ. കാരണം എനിക്ക് വേറെയും കുറച്ച് പരിപാടികളുള്ളതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ ടൈം കിട്ടില്ല. ഗെയിം റെക്കോർഡ് ചെയ്യുമ്പം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇൻട്രാക്ട് ചെയ്ത് കളിക്കാൻ കഴിയില്ല. എനിക്ക് പൊതുവേ ബാക്കിയുള്ള പ്ലേയേഴ്സോടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് കളിക്കാനാണ് താല്പര്യം. കാരണം നമ്മൾ സെർവറിൽ കളിക്കുന്നത് അതിനാണ്. പിന്നെ ബിൽഡും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമ്മൾ റെക്കോർഡായി ഇരിക്കുക. പിന്നെ റെക്കോർഡായി ഇരുന്നാൽ പിന്നെ അയിമ തന്നെ കൂടും. ഇത് ഒരു മെഗാ ബിൽഡായതുകൊണ്ടാണ് ഞാൻ ഇത്ര ദിവസം ലേറ്റായത്. ഈ ബിൽഡ് എനിക്ക് എങ്ങനെയൊക്കെ തീർക്കണമെന്നുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഈ ബിൽഡിൻ്റെ ഫൈനൽ ലുക്കിൽ. ഇതാണ് നമ്മുടെ അയൺ ഷോപ്പ്. ഇവിടുന്ന് നമുക്ക് കുറച്ച് അയൺ വേണക്കിടും. കാരണം ഇത് നമ്മൾ കോറൽത്താ സാധനമൊന്നുമല്ല, ഒരു ലീഫ് ലിറ്ററാണ്. നമ്മളെ 1.21.5 അപ്പോൾ ഇതാണ് നമ്മുടെ കാർവിൻ്റെ ഫസ്റ്റ് ഷോപ്പ്, അയൺ ഷോപ്പ്. കാർവിൻ ബ്രോ ഒരു അയൺ എടുത്തിട്ടുണ്ട്, വെറുതെ അല്ല, ഒരു ഡയമണ്ട് കൊടുത്തിട്ടാണ്. ഓക്കെ, ഒരു അയൺ ചാടിയിട്ടുണ്ട്, ഫെദർ എടുത്ത് കളയാം. ഓക്കെ, ഇനി നമുക്ക് സ്പോണിലോട്ട് പോവാം. സ്പോണിൽ പോയിട്ട് നമ്മൾ റാപ്റ്റർ വൈറ്റ് ഉണ്ടാക്കി വെച്ച ബിൽഡ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അവിടെ കുറേ അപ്ഗ്രേഡ് വരുത്തിയിട്ടുണ്ട്. ഞാൻ ഏതൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു നമ്മളെ ദേവാസുര റിസർവ് ബാങ്കിൻ്റെ ബിൽഡ്. അത് അത്യാവശ്യം നൈസ് ബിൽഡായിരുന്നു. നമ്മളെ മല്ലു ബ്ലേഡ് ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയിരുന്നത്. മല്ലു ബ്ലേഡ്, യെസ്, നമ്മുടെ അയൽവാസിയായ മല്ലു ബ്ലേഡ്. ഓക്കെ, ഇനി നമ്മളെ റാപ്റ്റർ വൈറ്റ് നമുക്കൊരു ബിൽഡ് കൊണ്ടുവരണമെന്നുണ്ട് അവിടെ. പക്ഷേ ഒന്നാമത് നമ്മളെ അവിടെ കുറച്ച് കാര്യങ്ങളോട് ചെയ്യാണ്ട് നമ്മളെ ഡ്രാഗൻ്റെ സ്ഥലത്തേക്ക് എത്തിയിട്ട് ഞാൻ പറഞ്ഞു തരാം. ടെമ്പിളിൻ്റെ അവിടെ എത്തിയിട്ട്, ടെമ്പിളല്ല, ഡ്രാഗൺ ചർച്ച്, അതാണ് അതിൻ്റെ പേര്. ഓക്കെ, ഇവിടെ റോഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോഴല്ല ഇങ്ങോട്ട് വരുന്നത്. ഇത്ര ഞാൻ ഈ പോലീസിനെ ഇത് ഭാഗം ചെയ്ത് വെച്ച് മാത്രമായിരുന്നു ഞാൻ കണ്ടിരുന്നത്. ഓക്കെ, നൈസായിട്ടുണ്ട് ബിൽഡ്. ഇനി നമുക്ക് ആരൊക്കെ സംസാരിക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയ ആണ് നമുക്ക് ഈ ഐലൻഡായിട്ട് കിട്ടിയേക്കുന്നത്. മൈക്കൊന്ന് ഓണാക്കട്ടെ, ഇത് നിങ്ങൾക്ക് കേൾക്കില്ല. ഞാൻ ഇൻ ഗെയിം സൗണ്ട് മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. ഞാൻ പിന്നെയാണ് വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്കുള്ള പരിപാടി ഇവിടെ മുകളിലൊന്ന് കയറി വെക്കാം. ഇവിടെ ഞാൻ കയറി വെക്കില്ല. ആരൊക്കെ ഉണ്ട് ഇവിടെ? റാപ്റ്റർ, SV24K, ഇതൊക്കെ ആരാണോ എനിക്കറിയില്ല. ഇവനെ എപ്പോഴാണ് കാണുന്നത്? ഹലോ ഹലോ ഹലോ. നമുക്ക് നമ്മളെ ബിൽഡിൻ്റെ അങ്ങോട്ട് പോയാൽ അവിടെ ഹോം സെറ്റ് ചെയ്തായിരുന്നു. കാരണം ഓടി മടുത്ത് ഇഷ്ടം പോലെ ആൻഡസൈറ്റ്, എത്ര ആൻഡസൈറ്റാണോ ഞാൻ മൈൻഡ് ചെയ്തത്. ചിലപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയേക്കാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ മൈൻഡ് ചെയ്ത ബ്ലോക്ക് ആൻഡസൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രാഗൺ ബിൽഡ്. നമുക്ക് ചെറിയ ടച്ചപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം ഇനി. പക്ഷേ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, പറഞ്ഞല്ലോ, വീണ്ടും പറയാം. പിന്നെ ഈ വെള്ളം ഞാൻ ഇവിടെ വെച്ചത് നമുക്ക് മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാണ്. അതായത് നമ്മളെ കയ്യിൽ ട്രൈഡൻ്റ് ഉണ്ട്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ട്രൈഡൻറ്റിൽ റെപ്റ്റൈഡ് പറഞ്ഞ എൻചാർജ് വേണമല്ലോ. ഞാൻ സാധാരണ ലോയൽറ്റി 3 ഇടല് സ്നൈപ്പർ യൂസ് ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാൻ റെപ്റ്റൈഡ് ഇട്ടത്.
നിങ്ങൾ നോക്കി ഗൈസ് ഇതിൻ്റെ പവർ, റെപ്റ്റൈഡിൻ്റെ പവർ. പിന്നെ ക്യൂഫിയൊക്കെ റെപ്റ്റൈഡാണ് യൂസ് ചെയ്യാറ്. ഓൾമോസ്റ്റ് നമുക്ക് എലൈട്ര യൂസ് ചെയ്യുന്ന പോലെ നമുക്കിത് യൂസ് ചെയ്യാം. മഴ ഉണ്ടെങ്കിൽ ഓപ്പിയാണ് ഗൈസ് ഈ എൻചാൻമെൻറ്റ്. മഴ ഉണ്ടെങ്കിൽ ഓപ്പിയാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും റിവർ എന്തെങ്കിലും ക്രോസ് ചെയ്യണമെങ്കിൽ ബോട്ടിൻ്റെ കാട്ടി എളുപ്പം ഈ റെപ്റ്റൈഡാണ്. സോ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ ഇത് പെട്ടെന്ന് ഇടേണ്ട വീഡിയോ ആയിരുന്നു, നല്ല ലേറ്റ് ആയെന്ന് എനിക്കറിയാം, എന്നോട് ക്ഷമിക്കൈസ്. ആൻഡ് ഐ തിങ്ക് യു എൻജോയ് ദ വീഡിയോ ഓൾസോ. നമുക്ക് ഈ ക്ലിപ്പിൽ നമ്മളെ സ്കിന്ന് കിട്ടിയിട്ടുണ്ട്, മറ്റേത് നമ്മളെന്തോ സ്കിന്നിൻ്റെ എന്തോ ബഗ്ഗായിരുന്നു. സോ ഹോപ്പ് യു ഗൈസ് സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്തേക്കാം. ഓക്കെ.